strong show, infinite spark. Welcome to Midnight. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റീച്ചിൽ നിൽക്കുന്നത് ഫാമിലി വ്ളോഗേഴ്സാണ്. അതിലൊരു സംശയവുമില്ല. പ്രശ്നങ്ങളും കാര്യങ്ങളും അവരുടെ സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഒക്കെ കാണാനായിട്ട് ഒരുപാട് പേര് തിരക്ക് കൂട്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ബാക്കിയുള്ള ആളുകളുടെ ആ ഒരു ആകാംക്ഷയില്ലേ, ആ ഒരു ആകാംക്ഷയാണ് എന്ന് തോന്നുന്നു ഇവരെ ഇത്രയധികം വ്യൂസിലേക്കും ലൈക്കിലേക്കും കമൻറ്റിലേക്കും ഒക്കെ എത്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫാമിലി വ്ളോഗേഴ്സ് കാണിക്കുന്നത് ശരിക്കും ഒരു പ്രഹസനം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി, ഈ ഒരു ഫാമിലിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. തൻ്റെ സ്വന്തം മക്കളുടെ ജീവിതം വെച്ചിട്ട് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു പേരൻസ് ഇവർ മാത്രം തന്നെ ആയിരിക്കും. കാരണം ഒരു മകളുടെ ഒളിച്ചോട്ടവും രണ്ടാമത്തെ മകളുടെ ഒളിച്ചോട്ടവും എല്ലാം കൂടി ചേർത്തിട്ട് ഇവർ നല്ലൊരു ഇൻകം യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ്. നിങ്ങൾ ഇവരുടെ പഴയ കാലത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. മൂത്ത മോളുടെ ഒളിച്ചോട്ടവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റം പറച്ചിലും, അമ്മ ഒരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് മകളിടും, അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് അമ്മയിടും. ഇത് തന്നെയായിരുന്നു അവരുടെ വീഡിയോസിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം ചെറിയ മോള്, അതായത് വിവാഹം ഉറപ്പിച്ച ആളുടെ കൂടെ തന്നെയാണ് ഇറങ്ങിപ്പോയതെങ്കിലും അതും ഒരു തരത്തിൽ ഒളിച്ചോട്ടം തന്നെയാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഫാമിലി ആയിട്ട് ടച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഇവരുടെ വ്ളോഗ് ഇടാനായിട്ട് ഇവരാരും തന്നെ മറന്നിട്ടില്ല. അമ്മയും അച്ഛനും അവരുടെ സൈഡിലുള്ള വ്ളോഗ്സ് ഇടുമായിരുന്നു, മകള് അവരുടെ സൈഡിലുള്ള വ്ളോഗ്സ് ഇടുമായിരുന്നു. അങ്ങനെ എല്ലാ നാട്ടുകാരുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓപ്പൺ ആയിട്ട് പറയുമ്പം അവര് ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് കുത്തി ചോദിക്കുക തന്നെ ചെയ്യും. ഉറപ്പുള്ള കാര്യമല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ഇവർ മറുപടി കൊടുക്കുന്നതും അതിന്റെ അമ്മയുടെ റിയാക്ഷനും നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് തന്നെയാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള കണ്ടന്റ്. ഒന്ന് കണ്ടു നോക്കൂ. തെറ്റാണോ ശരിയാണോ? ഞാൻ പറയാം. എനിക്ക് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ മറന്നു. സത്യം പറഞ്ഞ അച്ഛനമ്മയാണ്, എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണല്ലോ. എനിക്ക് അവരോട് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതൊക്കെ കുറച്ച് നാൾ കഴിയുമാകും. പിന്നെ ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് മേട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തില്. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവാം. ഈ ഒരു പ്രശ്നത്തില് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഫാമിലി ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ ആദ്യത്തെ വീഡിയോ കണ്ട് ഇട്ടാഴ്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത്. അപ്പൊ അതില് തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല ബന്ധുക്കളാണെന്ന്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങൾ സ്ഥാനം കൊടുക്കാറില്ല. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കാറ്. സോഷ്യൽ മീഡിയയിലെ മുമ്പിലിരുന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഒന്നിക്കണമെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടി ഫാമിലിയുടെ സമ്മതം വേണം എന്ന് പറയുകയും അതിനെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ അവരൊന്നായി. അതെ, ഇപ്പൊ അവരൊന്നായിരിക്കുന്നു. ഒരു കുഴപ്പമില്ല ഇപ്പം. അപ്പൊ ഇത്രയും നാള് ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ സൈഡിൽ നിന്ന പ്രേക്ഷകര് അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയും സൈഡിൽ നിന്ന പ്രേക്ഷകർക്കാരായി മണ്ടന്മാരായി അല്ലേ? ചില ആൾക്കാർ അതിൽ സന്തോഷിക്കുന്നുണ്ടാവും. അയ്യോ, ആ ഒരു ഫാമിലി അങ്ങോട്ട് ഒന്നിച്ചല്ലോ, ഇനി അവർ സന്തോഷമായിട്ട് ജീവിച്ചോളും. അങ്ങനെയൊന്നുമല്ല. ഇതും ഒരു കണ്ടന്റാണ്. എല്ലാം സോഷ്യൽ മീഡിയയിലെ ഒരു കണ്ടന്റ് മാത്രമാണ്. ഇവരുടെ ഒരു നേച്ചർ കാണുമ്പോഴേ നമുക്ക് അറിഞ്ഞൂടെ. അതായത് ഫാമിലിയുടെ നേച്ചർ വളരെ ജോളി ആയിട്ടുള്ള ഫാമിലിയാണ്. സോ അവരെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതും ഒരു കണ്ടന്റ് ആയിട്ട് എടുത്തിട്ട് അതിലൂടെയും പ്രേക്ഷക പ്രീതി പിടിച്ചു നേടാനുള്ള ഓരോരോ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഓരോരോ കണ്ടന്റുകൾ അങ്ങ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വിടുക. അത് കോൺട്രവേഴ്സി ആവണം, അതിനെക്കുറിച്ച് 4 ആൾക്കാർ സംസാരിക്കണം, അതിലൂടെ റീച്ച് ഉണ്ടാവണം എന്നൊക്കെയാണ് ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള നോട്ടം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഇത്രയും നാളും കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലായിരുന്ന ഇവര് ഒന്നിച്ചപ്പോ അതിനെ എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. എന്തിനും 2 വശം ഉണ്ടെന്നാണല്ലോ. അപ്പം അതാണ്. നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് റിയാക്ഷൻ കിട്ടും, പോസിറ്റീവ് ആണെങ്കിലും റിയാക്ഷൻ കിട്ടും. അതാണ് നമ്മൾ ഈ ഒരു
ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ എങ്ങനെ കവർ ചെയ്യണമെന്ന് അറിയുന്ന ആൾക്കാരാണ് ഇതിൽ സക്സസ് ആവുന്നത്. അതായത് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻകം സോഴ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ഇൻകം സോഴ്സ് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടായാലും കുഴപ്പമില്ല, എന്തൊക്കെ ഞങ്ങളെക്കുറിച്ച് നാറിയ കാര്യങ്ങൾ പുറത്തറിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് റീച്ച് വേണം, അതിലൂടെ പൈസ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രം തന്നെയാണ് ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ. അതാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ. ഇപ്പം ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സ് മാത്രമല്ല, അതായത് ഉപ്പും മുളകും ലൈറ്റിലെ ഈ ഒരു ആൾക്കാർ മാത്രമല്ല ഇങ്ങനെ ഫാമിലിയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും പുറത്തു വിടുന്ന ആൾക്കാർ. ഭൂരിഭാഗം ആൾക്കാരും അതായത് ഫാമിലി വ്ളോഗേഴ്സിൽ നല്ല രീതിയിൽ സന്തോഷത്തോടെ നല്ല കാര്യങ്ങൾ മാത്രം പോസിറ്റീവ് വൈബ് മാത്രം കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കണ്ടന്റും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട്, ഡെയിലി കാണാറുണ്ടല്ലോ. അവരുടെയൊക്കെ ഒരേ ഒരു കാര്യം ഇതാണ്: വീട്ടിലുള്ള എന്ത് കാര്യങ്ങൾ പുറത്ത് ലോകം അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് റീച്ച് വേണം, ആ റീച്ചിലൂടെ എന്ത് വേണം, വ്യൂസ് വേണം, ലൈക്ക് വേണം, കമന്റ് വേണം, അതിലൂടെ പൈസ ഉണ്ടാക്കണം. ഞാനും യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിലൊരു ഇൻകം വരുമല്ലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോ ഇടുന്നത്. എല്ലാവരും അങ്ങനെയാണ്. അപ്പം എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, വീഡിയോ വൈറൽ ആവണം, റീച്ച് ആകണം, 4 ആൾ ഇതിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ള രീതിയിൽ മെനക്കെട്ട് ഇന്ന് വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ വളർച്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വീട് വെച്ചു, കാറ് വാങ്ങി, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്തു. ഒരു നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും ഇതൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വർഷത്തെ അധ്വാനം തന്നെ വേണ്ടി വരും. പക്ഷേ ഈ ഒരു വ്ളോഗേഴ്സിന് അതിന്റെ അധ്വാനം വേണ്ട. അവര് എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലിയിലുള്ളിലുള്ള വിഷയങ്ങൾ മാത്രമാണ് അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു തരം എന്താ പറയാ, ജനങ്ങളെ എങ്ങനെ അവരിലേക്ക് ആകർഷിപ്പിക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല നമ്മുടെ ഒരു ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ആരാന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒളിഞ്ഞു നോക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ലേ? നമ്മുടെ അയൽവക്കത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയോർത്ത് നിൽക്കില്ലേ, എന്താണ് അവര് പറയണത്, ഇല്ലേ? അതന്നെയാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ചാനലിൽ നടക്കണതും. അവരുടെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെന്നുള്ളത് ഒന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ആ ആകാംക്ഷയുടെ പേരിൽ ഇവരുടെ ചാനലിൽ ഓപ്പൺ ആക്കിയിട്ട് കാണുന്നവരുണ്ട്. അപ്പം അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടാകും. അപ്പം ഇതൊക്കെ ഒരു പ്രഹസനമാണ് എന്നാണുള്ളത്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നിട്ട് വഴക്കും കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പം എന്താണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് മെസ്സേജാണ് ഇതിലൂടെ എടുക്കേണ്ടത്? സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം. അപ്പൊ നല്ല രീതിയിലുള്ള മെസ്സേജും കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണം പുറത്തോട്ട് കൊടുക്കാൻ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അല്ലാതെ വഴക്കും ദേഷ്യങ്ങളും ഒന്നുമല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. എൻ്റെ ചാനലിലെ വീഡിയോസ് കാര്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.